സാർ, ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് ശേഷം പാകിസ്ഥാനിൽ വെള്ളത്തിൻ്റെ അവസ്ഥ ബുദ്ധിമുട്ടാണ്. വെള്ളത്തിന് അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമല്ല, മരുന്നിനടക്കം ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും അവരുടെ പ്രകോപനം തുടരുന്നുണ്ട്. പ്രകോപനം തുടരുകയാണ്. ഇപ്പോൾ നവാസ് ഷെരീഫിൻ്റെ മോളടക്കം പറയുന്നത് ഇവിടെ ബാബറി മസ്ജിദിന് തറക്കല്ലിടുന്നത് പാകിസ്ഥാനായിരിക്കും എന്ന് പറയുന്നത്. പ്രതിരോധ മന്ത്രി ഇത്തരത്തിൽ വെല്ലുവിളികൾ നടത്തുന്നു. വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുണ്ട്. അതേസമയം തന്നെ പാകിസ്ഥാനിലെ പട്ടാളക്കാരടക്കം ഒളിച്ചോടുന്നു. 5000-ഓളം ഓഫീസേഴ്സിനെ കാണാനില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരായ 300 പേർ ഒളിവിലാണ്. അതോടൊപ്പം 18 വയസ്സ് തികഞ്ഞ കുട്ടികളെയൊക്കെ പിടിച്ച് റിക്രൂട്ട് ചെയ്യുകയാണ്. അതായത് ഒരു യുദ്ധം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, നന്നായി പേടിക്കുന്നുമുണ്ട്. എന്താണ് അവസ്ഥ? ഈ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ പൊതുവെ എടുത്തിട്ടുള്ള ഒരു നിലപാട് ഒരു ഇന്ത്യ വിരുദ്ധതയുടെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയം അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്വാഭാവികമായും പാകിസ്ഥാനിൽ പുതിയ ഗവൺമെൻറ് വന്ന ആ കാലഘട്ടം മുതൽ തന്നെ അവർ എപ്പോഴും ഒരു പട്ടാള മേധാവിത്വത്തോടു കൂടി നിലനിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് പൊതുവെ അറിയപ്പെടുകയും അങ്ങനെ പലപ്പോഴും പട്ടാള അട്ടിമറികൾക്കെല്ലാം വിധേയമാവുകയും ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ കുറച്ച് കാലങ്ങളായി സാമൂഹിക ജീവിതത്തിനകത്തും രാഷ്ട്രീയ ജീവിതത്തിനകത്തും വലിയ വെല്ലുവിളികൾ നേരിടുകയും അവിടുത്തെ ആളുകൾ വലിയ പ്രതിസന്ധികൾ നേരിടുകയും പ്രത്യേകിച്ച് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ പല സ്ഥലത്തും സാധാരണ കാണാത്തതുപോലെ തന്നെ ഉയർന്നു വരികയും പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ മേഖലയിലൊക്കെ വലിയ തരത്തിലുള്ള പാകിസ്ഥാനിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇന്ത്യക്കെതിരെ അവർ നടത്തുന്ന ഒളിയുദ്ധങ്ങൾ, അതല്ലെങ്കിൽ അവർ നടത്തുന്ന നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങൾ, തീവ്രവാദ പ്രവർത്തനത്തിനുള്ള സഹായങ്ങൾ, ഇന്ത്യക്കകത്ത് കടന്നുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, തീവ്രവാദികളെ പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് അയച്ച് ഇവിടെ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്ഫോടനങ്ങൾ സൃഷ്ടിക്കുക, ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം ഉണ്ടാവുക, ഈ തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങളും അവരുടേതായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട രാജ്യമായി പാകിസ്ഥാൻ മാറുകയാണ്. ലോകത്തിൽ പല രാജ്യങ്ങളിലും ഈ തരത്തിൽ ഭീകരവാദ പ്രവർത്തനം, അത് ISIS ആണെങ്കിലും മറ്റ് ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നിരന്തരമായി ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അടിച്ചമർത്തപ്പെടണമെന്ന് പറയുന്ന പല സംഘടനകൾ, അതിനെല്ലാം ഒരു താവളമായി മാറുന്ന ഒരു സാഹചര്യമാണ് പാകിസ്ഥാനിൽ കുറച്ച് കാലങ്ങളായുള്ളത്. അവരുടെ രാഷ്ട്രീയ സാഹചര്യവും അതിനനുസരിച്ച് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് താലിബാൻ ഒരു സമയത്ത് വലിയ തരത്തിൽ ലോകത്തിന് ഭീഷണിയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ താലിബാൻ്റെ ഒരു കേന്ദ്രമായി അവർ കണക്കാക്കുന്നത് പാകിസ്ഥാനിലേക്ക് അവരുടെ ചുവടുകൾ മാറ്റുക എന്നുള്ളതാണ് കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം. ഇതിൽ പ്രതിഷേധിക്കുന്ന, ഇതിൽ നിരന്തരമായി അതിൽ അനഭിബദ്ധരായിട്ടിരിക്കുന്ന ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആ ഗവൺമെൻറ്റിനെതിരായി, ഈ തീവ്രവാദത്തിനെതിരായി ഒരു പരിധിവരെ രംഗത്ത് വരുന്ന സാഹചര്യം പാകിസ്ഥാനിൽ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം, ഇന്ത്യക്കെതിരെയുള്ള അവർ നടത്തുന്ന യുദ്ധം അതൊരു നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ അപ്പുറത്തൊരു ഒളിയുദ്ധങ്ങൾ നടത്തുക, അതായത് നിരന്തരമായി തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒളിയുദ്ധങ്ങൾ നടത്തുക, ഭീകരവാദത്തിലേക്ക് അതിനെ നയിക്കുക, അതുവഴി രാജ്യത്ത് ഒരു അസ്ഥിരതയുണ്ടാക്കാനുള്ള ശ്രമം നടത്തുക, ഇന്ത്യ രാജ്യത്തൊരു അസ്ഥിരതയുണ്ടാക്കാനുള്ള ശ്രമം നടത്തുക, ഒരു ഭയപ്പാടുണ്ടാക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഫലപ്രദമായി നമ്മുടെ രാജ്യം പലപ്പോഴും അത് നേരിടുകയും പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര വേദികളിൽ തന്നെ നിലപാടുകൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വേദികളിൽ പലപ്പോഴും പാകിസ്ഥാൻ ഒറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവർ എന്നും അതിനുവേണ്ടി ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ കാശ്മീർ എത്രയോ കാലമായി ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരിക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഭാഗമായിരിക്കുകയും ചെയ്യുന്ന പ്രദേശമാണ്. പക്ഷേ അവിടെയെല്ലാം അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിരന്തരമായി ഒരു ഭീകരവാദ കേന്ദ്രമാക്കി പാകിസ്ഥാനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. അതിനവർ കുറെ ശ്രമിക്കുകയും കുറച്ചൊക്കെ അതിൽ തീവ്രവാദ പ്രവർത്തനത്തിലേക്കും ഭീകരവാദ പ്രവർത്തനത്തിലേക്കും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള യുവാക്കളെയും ആളുകളെയും ആകർഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി, പ്രത്യേകിച്ച് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് കുറച്ചുകൂടി മാറി. അവിടുത്തെ ജനങ്ങളെ കുറച്ചുകൂടി രാജ്യത്തിന് അഭിമുഖമായി ചിന്തിക്കുകയും ഒപ്പം തന്നെ പൊതുവായിട്ടുള്ള ധാരയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ പ്രവർത്തനമാണെങ്കിലും ഭീകരവാദ പ്രവർത്തനമാണെങ്കിലും അതിനെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കാശ്മീരിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു വികസനത്തിനോ അവരുടെ കാശ്മീരിൻ്റെ ഒരു വികാസത്തിനോ ഗുണകരമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കാശ്മീരിലെ ജനങ്ങൾ പൊതുവായി അവിടുത്തെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക, അവിടുത്തെ സമാധാന ജീവിതം കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തുക, ഈ തരത്തിൽ കാശ്മീരിലെ ജനങ്ങൾ പൊതുവായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി.
അപ്പോൾ അതിനനുസരിച്ച് അവിടുത്തെ സാമൂഹിക അന്തരീക്ഷം മാറി, അവിടെ പൊതുവായി ആളുകൾ വന്ന് താമസിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 370 കൂടി മാറ്റിയോടുകൂടി അവിടെ സ്വതന്ത്രമായി ആർക്കും പോയി ബിസിനസ് ചെയ്യുക. കാശ്മീർ ഒരു നമ്മുടെ പൊതു മാനദണ്ഡത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൊതു അജണ്ടയിലേക്ക് അവർ വന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 20 വർഷക്കാലമായി അവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ആരോഗ്യരംഗത്തോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിലോ എല്ലാം അവർ ആ ഒരു 20 വർഷത്തിന് മുമ്പ് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ ഓരോ ചുറ്റുപാടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നഗരം വിട്ട് ഗ്രാമങ്ങൾ പോയി കഴിഞ്ഞാലും അവിടെ നിന്ന് യാതൊരു തരത്തിലുള്ള വികസനമില്ല. അവരെപ്പോഴും ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒളിയുദ്ധങ്ങൾ അല്ലെങ്കിൽ ഭീകരരെ പ്രോത്സാഹിപ്പിക്കുക, ആ രീതിയിലുള്ളൊരു വളർച്ചയല്ലാതെ പാകിസ്ഥാന് യാതൊരു വിധത്തിലൊരു വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിലും ഒരു രാജ്യത്തെ സംബന്ധിച്ചാണെങ്കിലും ഒരു സമൂഹത്തെ സംബന്ധിച്ചാണെങ്കിലും അവർ സ്വയം വികസിക്കണം, അവർ സ്വയം ഒരു വികാസത്തിലേക്ക് എത്തണമെന്ന് വിചാരിക്കുന്ന ഒരു പ്രോഗ്രസീവ് ചിന്തയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ആ സമൂഹത്തിനും രാജ്യത്തിനും വിജയിക്കാനും മുന്നോട്ട് പോകാനും കഴിയൂ. പാകിസ്ഥാന്റെ എപ്പോഴുമുള്ള അജണ്ട അവർ വിജയിക്കണമെന്നോ അവർ മുന്നോട്ട് വരണമെന്നോ അവർ വികസിക്കണമെന്നോ എന്നുള്ളതല്ല, അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തണം എന്നുള്ളതാണ്. ഭാരതത്തിനെതിരായിട്ടുള്ള ഒരു അജണ്ട രാഷ്ട്രീയപരമായി അതുപോലെ തന്നെ ലോകരാജ്യങ്ങളുടെ മുൻപിൽ ആ ഒരു അജണ്ട വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിനവർക്ക് പ്രായോഗികമായി അവർക്കതിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ആ അജണ്ട വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് വന്നാൽ ഇപ്പോൾ സിന്ധു നദീതട കരാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സംവിധാനങ്ങൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് റദ്ദ് ചെയ്യപ്പെടുന്നത്? സ്വാഭാവികമായും ഇത്രയും കാലം അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യ ഇന്ന് കുറച്ചുകൂടി സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് മാറുകയാണ്. അതായത് നേരിട്ടുള്ള ഒരു യുദ്ധം നടത്തിയിരുന്ന സമയത്തിനേക്കാൾ അപ്പുറത്ത് പാകിസ്ഥാൻ എന്താണോ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ആ രാജ്യത്തെ സ്ട്രാറ്റജിക്കലായി നയതന്ത്രപരമായി അവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുൻപിലാണെങ്കിലും ഇനി പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തെ സംബന്ധിച്ചാണെങ്കിലും അവിടുത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചാൽ, നിങ്ങൾ തീവ്രവാദത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ രാജ്യത്തിന് മുന്നേറാൻ കഴിയില്ല, നിങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് കൂടി ഭീഷണിയായി മാറുകയാണ്. ഇത് ലോകത്തിലെ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയാണെങ്കിലും റഷ്യയാണെങ്കിലും മറ്റ് പ്രധാനപ്പെട്ട ഇപ്പോൾ അവർ വിചാരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നതാണ്. ഗൾഫ് രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കുണ്ടാകുന്ന വികാസത്തെയും ഇന്ത്യയിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റിനെയും കണ്ടുകൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കണം. ഇന്നലെയും മുനിങ്ങാന്നുമൊക്കെയായിട്ട് പുറത്തു വന്നിട്ടുള്ള വേൾഡ് ബാങ്കിൻ്റെയും IMFൻ്റെയൊക്കെ ഒരു സ്ട്രാറ്റജി അവരുടെ ഒരു അപ്രോച്ച് നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ളതിൽ നിന്ന് ഒരു ഡെവലപ്ഡ് നേഷനിലേക്ക് ഇന്ത്യ മാറുകയാണ്, ഒരു വികസിത രാജ്യത്തിലേക്ക് ഇന്ത്യ മാറുകയാണ്. അപ്പോൾ ആ സാമൂഹിക അന്തരീക്ഷത്തിൽ നമുക്കൊരിക്കലും ഒരു ഭീകരവാദത്തെയോ തീവ്രവാദത്തെയോ പ്രോത്സാഹിപ്പിക്കാനോ അതിനെ വച്ചുപൊറിപ്പിക്കാനോ അതിന് ഏതെങ്കിലും തരത്തിൽ പിന്തുണ നൽകുന്ന രാജ്യത്തെ പിന്തുണക്കാനോ കഴിയില്ല. നമ്മൾ ആ തരത്തിൽ എടുത്തിട്ടുള്ള അന്തർദേശീയ നിലപാടുകൾ ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ലോകശക്തികൾ അവരെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരെല്ലാം തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭീകരവാദത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന രാജ്യങ്ങളാണ് പല രാജ്യങ്ങളും, പല വികസിത രാജ്യങ്ങളും, അമേരിക്ക അടക്കം അതിൻ്റെ കെടുതികൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാനെതിരായി നയതന്ത്ര തലത്തിൽ നമ്മൾ നടത്തുന്ന ആ നിലപാട്, ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പാകിസ്ഥാൻ എന്തുകൊണ്ട് ആ വികസനത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ അടിസ്ഥാനപരമായി അവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നുണ്ടോ, അവർക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ടോ, അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നുകൊണ്ട് ആ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ, ശാസ്ത്ര സാങ്കേതിക ലോകത്ത് അവർക്ക് മുന്നേറാൻ കഴിയുന്നുണ്ടോ, ഇനി IT മേഖലയിൽ അവർക്ക് മുന്നേറാൻ കഴിയുന്നുണ്ടോ, ഇങ്ങനെ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ വികസിക്കണം എന്ന് വിചാരിക്കുന്ന എല്ലാ ഭാഗത്തും അവർ പിന്നോട്ട് പോകുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവരുടെ രാജ്യത്ത് നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായ രാജ്യത്തിന് ഒരു ഇന്ത്യ വിരുദ്ധത കൊണ്ട് രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ബംഗ്ലാദേശ് അവരിൽ നിന്ന് വിട്ടുപോയ സമയത്ത് ബംഗ്ലാദേശ് കുറച്ചുകൂടി മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ അവിടെ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അവിടെ പ്രത്യേകിച്ച് ഒരു വലിയ ഭീകരവാദത്തിൻ്റെ താവളം അവിടെ ആയിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ അവിടെയും ഈ തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഇന്ത്യ വിരുദ്ധതയുടെ ഒരു ഭാഗമാക്കിയൊക്കെ മാറ്റാനുള്ള ശ്രമം നടന്നു. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. പക്ഷെ പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവികമായും അവിടെ നടക്കുന്ന സാധാരണ അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ്, ഒരു പട്ടാള അട്ടിമറിയോ അല്ലെങ്കിൽ പട്ടാള ഭരണത്തിലുള്ള ശ്രമവും നടക്കുക എന്നുള്ളതാണ്. ഒരു അസ്ഥിര ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് സാധാരണ നിലക്ക് അവിടെ സംഭവിക്കുക. പാകിസ്ഥാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പട്ടാളം ഒരു ഭാഗത്തു നിന്ന് ഭരണത്തിലേക്ക് കയറാനുള്ള ശ്രമം നടത്താൻ കഴിയുമോ എന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ അവിടുത്തെ ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരായും ഇതേ പട്ടാളത്തിൻ്റെ മേധാവിത്വത്തിനെതിരായുമുള്ള പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് കടന്നിരിക്കുന്നു. മറുഭാഗത്ത് ആ രാജ്യത്തെ ജനങ്ങൾ പൊതുവായി
ഒന്ന്, പട്ടിണിയുടെ ഭാഗമായി അവർ മാറുന്നു. 2, അവർ വികസനം അനുഭവിക്കാൻ കഴിയാത്ത ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ തരത്തിലുള്ള കെടുതികൾ അനുഭവിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും നയതന്ത്ര തലത്തിലാണെങ്കിലും അവർ പിന്നോട്ട് പോകുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവിൽ നാം കാണുന്ന ഒരു രാഷ്ട്രീയം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.